ചക്കക്കൂഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ചക്കയൊക്കെ ഇവിടെ മൂത്ത് കിട്ടുന്നേ ഉള്ളേ. അതുകൊണ്ട് ആദ്യം കിട്ടുന്ന ചക്കയ്ക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഒന്നും കളയാതെ എടുക്കാനാണേ നോക്കുക. ഇതിൽ ഈ ഒരു തടിച്ച ഭാഗമില്ലേ, അതാണേ നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ രോമമൊക്കെ നമുക്ക് ചെത്തിക്കളയാം. രോമല്ല കേട്ടോ, ചമിണി എന്നാണേ അതിന് പറയുക. അതും ഈ പച്ച മുള്ളില്ലേ, അതും നല്ലോണം കളയണേ. ബാക്കിയുള്ള ആ സ്പോഞ്ച് പോലെയുള്ള ഭാഗം കൊണ്ടാട്ടോ നമ്മളിപ്പോൾ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ എല്ലാ ചക്കേൻ്റെ എടുക്കാൻ പറ്റൂല. ചിലതിന് ഈ ഭാഗം ഇത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ. ഇതിന് നല്ല കട്ടി ഉണ്ടായിരുന്നേ. അപ്പോഴാണ് എനിക്കിത് എടുത്തിട്ട് അച്ചാറിട്ടാലോ എന്ന് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ശരിക്കും ചക്ക നമ്മൾ കഴുകുകയൊന്നുമില്ല. നല്ല ഭാഗം, നല്ലതല്ലാത്ത ഭാഗം നമുക്ക് ചെത്തി കളയാം. എന്നിട്ട് തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് ചക്കേൻ്റെ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷമാണേ. അത് കുറച്ച് ചീത്തയൊക്കെ പറയും കേട്ടോ. ഫ്ലാറ്റിലുള്ളവരൊക്കെയാണെങ്കിൽ നല്ല ചീത്ത പറയേ. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് അച്ചാറിടേ. അപ്പോൾ വേസ്റ്റ് എന്ന് പറയാൻ കുറച്ചേ ഉണ്ടാവുള്ളേ. ബാക്കിയുള്ള ഈ മുള്ളുകളൊക്കെ എടുത്തിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ടാലും മതി കേട്ടോ. ഈ ഒരു പീസ് മാത്രമേ അതിൽ ബാക്കിയായിട്ട് വരുള്ളൂ. അപ്പോൾ അധികം വേസ്റ്റും ഉണ്ടാവില്ല. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു അച്ചാറൊന്നുമല്ലേ, ഒരു അച്ചാർ അത്രയേ ഉള്ളൂ. ഒരു വെറൈറ്റി ഒരു അച്ചാറാണ്. അപ്പോൾ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. ചതുര കഷ്ണങ്ങളാക്കിയിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം. എനിക്ക് നല്ല മടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് മുറിച്ചത്. ഇതേ സാധനം തന്നെ ഇതേപോലെ ചതുരാക്കി മുറിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കിയാൽ ഭയങ്കര സ്വാദാണ്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ കൂട്ടാനും വെക്കുവേ, സാമ്പാറിലിടും, പിന്നെ പുളിങ്കറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ചക്കവിൻ്റെ പല ഭാഗം കൊണ്ടും നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം വേറെ വേറൊരു ടേസ്റ്റിൽ. ഇത് എത്രത്തോളം ചെറുതാക്കുന്നോ അത്രയും നല്ലതാണേ. എൻ്റെതിപ്പോൾ ഇത്രയൊക്കെ വലുതാണ്. ഇത് വേഗം കൂട്ടി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാകത്തിനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കിട്ടിയത് കളയാൻ തോന്നിയില്ല. ആദ്യമായിട്ട് മൂത്ത ചക്ക കിട്ടിയതായിരുന്നേ. അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുള്ളതായിരുന്നു, അതുകൊണ്ട് കഴുകിയില്ല. ഉപ്പ് വേണം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ വേണ്ടത്. വിനാഗിരി കുറച്ചല്ല, കുറച്ചധികം വേണം. എനിക്ക് വയറിന് അത്ര പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിലേക്ക് നല്ലോണം വിനാഗിരി വേണം കേട്ടോ. അതെന്താണ്ടെങ്കിൽ ഇതിന് വെള്ളമൊന്നും വരൂല. ഈ ചക്കക്കൂഞ്ഞിൽ നിന്ന് വെള്ളമൊന്നും വരൂലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിനാഗിരി കുറച്ച് നല്ലോണം ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പും വിനാഗിരിയും ആക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വെക്കുകയാണേ കുറച്ച് സമയം. കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 9 മണി ആവാനായി, 8:45. ഇത് രാത്രിയാണേ. നാളെ എടുത്തിട്ട് അച്ചാറിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ലേശം വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. കുറേ വെള്ളമൊന്നും വരില്ല കേട്ടോ. വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലാണ്, പച്ചവെള്ളം ഒന്നും ഇല്ലാത്ത ഉണങ്ങിയ ഒരു പാത്രത്തിലായിരുന്നു ഇതൊക്കെ ചെയ്തത്. മുറിച്ചിട്ട കഷ്ണം ഈ അടപ്പിൽ പോലും വെള്ളമില്ല കേട്ടോ. കഴുകി തുടച്ച അടപ്പാണേ. നാളെ രാവിലെ എടുത്തിട്ട് അച്ചാറിടാം കേട്ടോ. രാവിലെ തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. കാണാൻ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലേ. ലേശം വെള്ളം ഉണ്ടാവും കേട്ടോ. കുറച്ച് ആ വിനാഗിരിയും ഉപ്പും അലിഞ്ഞതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും. അല്ലാതെ ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള അച്ചാറാട്ടോ ഉണ്ടാവുക. വിനാഗിരി ഒഴിക്കണേ കുറച്ചും കൂടി അധികം. ഞാൻ ഒഴിച്ചത് വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വേഗം കൂട്ടി തീർക്കുകയും വേണം. വിനാഗിരി കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി കേടാകാണ്ട് നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ചൂടായി കഴിഞ്ഞാൽ ഓവർ ചൂടാവാതിരിക്കാൻ വേഗം തീ അങ്ങോട്ട് ഓഫ് ചെയ്യണേ. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അച്ചാറിന് വേണ്ടുന്ന പൊടികളൊക്കെ ഇടാം കേട്ടോ. ഞാൻ ചൂടായി എന്ന് കണ്ടപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടേ. പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇട്ടത്. ഇപ്പോൾ ഗ്യാസ് ഓഫാണേ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത്ര തന്നെ നമ്മൾ അച്ചാർ പൊടി ഇടുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് കായപ്പൊടി ഇടുക. കഴിഞ്ഞിട്ട് അവസാനം നമ്മളിടും. അതുകൊണ്ട് ആദ്യം ഇത്ര ഇട്ടാൽ മതി. ഇനി ലേശം ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാട്ടോ ഞാൻ. ഇതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ പാത്രത്തിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ചെറുതാക്കി വെച്ചതാണ്. ഓവർ കരിഞ്ഞു ആവാനേ പാടില്ല. അപ്പം തന്നെ ഓഫ് ചെയ്യുക.
എന്നിട്ട് നല്ലോണം ഇളക്കുക. ഈ ആയത് നമ്മൾ ഈ അടച്ചു വെച്ചില്ലേ അതിലേക്ക് പൊടിയൊക്കെ ഇടുകയാണേ. കഴിഞ്ഞില്ല കേട്ടോ, ഇനി നമുക്കിതിലേക്ക് ഒരു വറവും കൂടി ഇടാനുണ്ട്. ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ പൊടി ഇതിന് മതിയാവുമോ എന്ന്. ഇളക്കിയൊക്കെ വന്നപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഇത് മുളക് പൊടി നല്ല എരിവുള്ളത് തന്നെയാണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കളറിന് മറ്റേ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പക്ഷേ ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ട് തന്നെ നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലോണം ഇളക്കണേ. അത് കഷ്ണത്തിലൊക്കെ ആവണമെങ്കിൽ കുറച്ച് നേരം ഇളക്കിയാലേ ആവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചൂടായിട്ടിരിക്കുന്ന ആ ചീനച്ചട്ടിയില്ലേ അത് തന്നെ എടുക്കുക. അതിലത്തെ മുളക് പൊടിയൊക്കെ തുടച്ച് നല്ല വൃത്തിയിൽ തുടച്ച് കളഞ്ഞാൽ ആ പാത്രം തന്നെ നമുക്കിതിന് വേണ്ടി എടുക്കാം. അതിലേക്ക് പാത്രം നല്ലോണം ചൂടായാൽ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മളിട്ട ഉപ്പ്, പിന്നെ വിനാഗിരീൻ്റെ വെള്ളം, ഈ ഒഴിക്കുന്ന നല്ലെണ്ണ, ഇതാണ് കേട്ടോ ഈ അച്ചാറിൻ്റെ വെള്ളം പോലെയുള്ള ഭാഗം. ബാക്കിയൊക്കെ കഷ്ണം തന്നെയാണ്, അതാണ് വെള്ളം ആവുള്ളൂ. അതുകൊണ്ട് നല്ലോണം നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് ഇടുക. ഇപ്പോൾ അച്ചാറിന് ആവശ്യമുള്ള അത്ര മാത്രം വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഞാൻ എടുത്തത്. ഇത് ധാരാളം വേണമെങ്കിൽ എടുക്കാം, ഞാനിപ്പോൾ ഇത്രയേ എടുത്തുള്ളൂ. ഇത് നല്ലോണം മൂപ്പിച്ചിട്ട് നമുക്ക് ലേശം കായപ്പൊടിയും കൂടി ഇടാനുണ്ട്. നേരത്തെ നമ്മൾ എടുത്തില്ല അത്ര തന്നെ കായോ കേട്ടോ പിന്നെയും എടുത്തേ. അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ 1/2 സ്പൂണ് കായായേ. ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം വരും കേട്ടോ അച്ചാറിനൊക്കെ. ഇനി ഉലുവാപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇനി ഇത് നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം കേട്ടോ. നേരത്തെ മുറിച്ച് വെച്ചില്ലേ അതിലേക്ക്. ഇത് കഷ്ണമൊക്കെ പദം വരാൻ വേണ്ടിയിട്ട് 1-2 ദിവസം എടുക്കും. നല്ല ഉണങ്ങി വൃത്തിയുള്ള ഒരു ചില്ലുകുപ്പിയിലാക്കി വെക്കണേ. കാരണം വിനാഗിരി ഒഴിച്ചതുകൊണ്ട് പ്ലാസ്റ്റിക്കിലാക്കി വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോവും. വിനാഗിരി കുറച്ചും കൂടി നല്ലോണം ആക്കിയാൽ അത്ര പെട്ടെന്ന് പൂക്കില്ല, പക്ഷെ പൂത്തു പോകുന്ന സാധനം കേട്ടോ. വേഗം കൂട്ടി തീർക്കണം. നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ലേശം കുറവുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിനാഗിരി കുറച്ചും കൂടി വേണമായിരുന്നേ. എനിക്ക് വയറിന് പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ ഒഴിക്കാത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും മറന്നു പോകാണ്ട് വിനാഗിരി കുറച്ചും കൂടി അധികം ഒഴിക്കണേ. ഇത് ഇപ്പം തന്നെ ഒരു കുപ്പിയിലേക്ക് മാറ്റരുത് കേട്ടോ. ഈ ഒഴിച്ച എണ്ണേൻ്റെ ഒരു ചൂട് ഈ പാത്രത്തിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒന്നും കൂടി നല്ലോണം തണിഞ്ഞിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആവീൻ്റെ വെള്ളം വീണിട്ട് ചിലപ്പോൾ കേടാവും. നമ്മളിതിലേക്ക് തുള്ളി വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കണ്ടോ ഈ പാത്രത്തിന് ലേശം ഒരു ചൂടുണ്ട്. നമ്മൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടേ. വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, ഇഷ്ടാവുമോ എന്നറിയാലോ.